ഹലോ, അപ്പം നമുക്കിന്നേ ചായക്കടയിൽ അതേ രുചിയിലൊരു പഴംപൊരി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് നമ്മുടെ നേന്ത്രപ്പഴം ചെറുതാക്കി നല്ല നൈസാക്കി മുറിച്ച് വെക്കണേ. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മൈദാമാവും കുറച്ച് അരിപ്പൊടിയും പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു നുള്ളുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി വെക്കണം കേട്ടോ. അതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മുടെ ദോശ മാവിനേക്കാളും ഒരു കുറച്ചും കൂടി കട്ടിയിൽ വെക്കണം കേട്ടോ. നല്ല തിക്ക് ബാറ്ററാക്കി വെക്കണേ. അതുപോലെ തന്നെ ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം മുക്കി ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ടെങ്കിൽ ചായക്കടയിൽ അതേ രുചിയിലുള്ള നല്ല ക്രിസ്പി പഴംപൊരി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ ബേക്കറി എല്ലാം മേടിച്ച് കഴിക്കുന്നതിന് പകരം വീട്ടിലിത് വൈകുന്നേരം ഇതെല്ലാം ഇങ്ങനത്തെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് പഴംപൊരി ഇനി ഉണ്ടാക്കി നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ.